ഉത്തരഭാരതത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നൈമിഷാരണ്യം എന്ന നമ്മൾ ഇന്ന് കാലത്ത് പറയുന്നുണ്ടായി തപോവനം. ഗോമതി എന്നൊരു നദിയുണ്ട്. ആ ഗോമതി നദിയുടെ കരയിലാണ് മിക്കവാറും നമ്മൾ കേൾക്കുന്ന പുണ്യ സ്ഥലങ്ങളുണ്ട്. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ശൗനകാദികൾ വന്ന് കഥകൾ ചോദിച്ചതും സൂതൻ കഥകൾ പറഞ്ഞതുമായിട്ടുള്ള സ്ഥലം നൈമിഷാരണ്യം എന്ന പ്രസിദ്ധമായ ഈ ഗോമതി നദിയുടെ തീരത്തുള്ള തപോവനമാണ്. ആ കഥകൾ അവർ ചോദിച്ചത് പ്രകാരം മറുപടിയാണ് ഈ ഭാഗവതമുള്ളത്. ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. അപ്പൊ ആ ഉത്തരത്തിൽ തന്നെ വേറെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോ ഒരു സിനിമ കഥ പറയുമ്പോൾ തന്നെ ആ സിനിമയിൽ ആ ആള് ഈ ആളോട് ചോദിച്ചു എന്ന ഡയലോഗ് നമ്മള് ഇപ്പൊ സിനിമാ കഥ പറയുന്ന സമ്പ്രദായമൊന്നുമില്ല, ഗൂഗിൾ നോക്കിയാൽ കാണും. എങ്കിലും സിനിമാ കഥ പറയുന്ന സമ്പ്രദായം ഉണ്ടെങ്കിൽ, ഇനി വേറെ ഏതെങ്കിലും കഥ പറയുന്ന സമ്പ്രദായം ഉണ്ടെങ്കിൽ, കല്യാണ കഥ പറയുന്ന സമ്പ്രദായമായാലും മതി. അപ്പൊ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഈ സൂതൻ ശൗനകാദികളോട് മറുപടി പറയുമ്പോൾ ഇന്ന ആൾക്കാർ ഇന്ന സംശയം ചോദിച്ചു, അപ്പോൾ ഇന്ന ആൾക്കാർ ഇന്ന ഉത്തരം പറഞ്ഞു എന്നുള്ള ചോദ്യോത്തരം തന്നെയാണ് ഇതിന്റെയും ഘടന നടത്തുന്നത്. അപ്പൊ ഭാഗവതം നൈമിഷാരണ്യത്തിൽ ആരംഭിച്ചു. ഈ ഭാഗവതം കേൾക്കുന്ന ആള് ശൗനകാദികൾ എന്ന ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള മഹർഷീശ്വരന്മാരാണ്. എന്ന് വെച്ചാൽ കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ ഏരിയയിൽ നിന്ന് പോയ ആൾക്കാരാണ് ഈ ഭാഗവതം ചോദിച്ചത്. അപ്പൊ അവരോട് മറുപടി പറഞ്ഞു. ഉത്തരഭാരതത്തിലുള്ള കഥകള് പറഞ്ഞു മറുപടി. ഇത് പണ്ട് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക ഭഗവാൻ പരീക്ഷത്തിനോട് പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടിരിക്കുന്നു. ഇതിന്റെ നിങ്ങളുടെ പോലെയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. അപ്പൊ ശ്രീശുക ഭഗവാൻ പറഞ്ഞ ഉത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത്. അപ്പൊ ആരാണ് പരീക്ഷിത്ത് എന്ന് ചിത്രീകരിക്കാനാണ് പാണ്ഡവരുടെ വംശം വർണ്ണിച്ചത്. ആ പാണ്ഡവന്മാരുടെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ കുന്തിദേവിയുടെ സ്തുതിയും ഭീഷ്മപിതാമഹന്റെ സ്വർഗാരോഹണം അല്ലെങ്കിൽ സമാധി എല്ലാം നമ്മളിവിടെ കേട്ടത്. പിന്നീട് പാണ്ഡവന്മാർ തീർത്ഥയാത്രയായി ഉപവാസത്തിലൂടെ അവര് ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന പാണ്ഡവന്മാരുടെ ശരീരത്യാഗം കൂടി അവിടെ പറഞ്ഞു കേൾപ്പിക്കും. അതിനിടയിലാണ് പാണ്ഡവന്മാരുടെ വിതുരൻ അദ്ദേഹം ഇതുപോലെ ധൃതരാഷ്ട്രനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് ധൃതരാഷ്ട്രൻ അപ്പളും പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, ഈ ലോകം എനിക്ക് സ്വർഗമാണ്. എന്റെ അനിയന്റെ മക്കള് അവരെന്നെ വളരെയധികം സ്നേഹത്തോടെ പരിപാലിക്കുന്നു, എന്തിനും ഏതിനും അവരുണ്ട്, എന്റെ വൈകല്യങ്ങൾ അത് ഞാൻ അറിയുന്നില്ല എന്ന് ധൃതരാഷ്ട്രൻ പറഞ്ഞപ്പോ വിതുരൻ പറഞ്ഞു, ഈ കിണറ്റിൽ കിടക്കുന്ന തവളകളോട് എന്തു പറഞ്ഞാലും ബോധ്യം വരാൻ ബുദ്ധിമുട്ടാണ്. വലിയേട്ടൻ കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയായിട്ട് മാറിയിരിക്കുന്നു. ആ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ വിചാരം ഈ കിണറാണ് ലോകം എന്നും ഇതിനപ്പുറം മറ്റൊരു ലോകമില്ല എന്നും, പുറമേ നിന്ന് ഒരു തവള വന്ന് പുറമേയുള്ള വിസ്തൃതമായിട്ടുള്ള ലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കിണറ്റിൽ കിടക്കുന്ന തവള പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചിട്ടാണ്. അപ്പൊ ആ കിണറ്റിൽ കിടക്കുന്ന തവളകളുടെ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ പരിരക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് മാത്രമേ നമ്മൾ സ്നേഹിക്കാം. ഇതാണ് ഏറ്റവും വലിയ സങ്കുചിത മനോഭാവം. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് അവരോട് സ്നേഹമില്ല. ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. മനുഷ്യന്മാരെങ്ങനെ വേണം? മനുഷ്യന്മാര് ഇങ്ങോട്ട് ക്രൂരത കാണിക്കുമ്പോഴും അവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അതാണല്ലോ മനുഷ്യത്വം എന്ന് പറയുന്നത്. വിതുരൻ പറഞ്ഞു, ഏട്ടനെ കൊണ്ട് ഒരു രക്ഷയില്ലാന്ന്. ഞാൻ വിചാരിച്ചാൽ ഏട്ടനെ ഒരു കാലത്തും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഭീമൻ തന്റെ വലത്തെ കൈയോട് ഉരുട്ടി തരുന്ന ചോറുള്ള അത് അങ്ങേടെ തന്നെ മക്കളുടെ രക്തക്കറയുള്ള ചോറുകളെ ഭീമന്റെ കൈകൊണ്ടാണ് ദുര്യോധനാദികൾ പരിചരിക്കണം. ഇത് ഏട്ടനെ അറിയാം. എന്നിട്ടും അതേ ഭീമൻ തരുന്ന ചോറുകള അരെ വാ ഹൗ സ്വീറ്റി എന്നും പറഞ്ഞ് കഴിക്കാൻ വലിയേട്ടന് നാണമില്ലേ എന്ന് ചോദിച്ചു. ആ ഭീമൻ രക്ഷിക്കുന്നത് പോലും മക്കൾ ജീവിച്ചിരിക്കുമ്പോ ഇവരെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. അനിയന്റെ മക്കളാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ ഇവരെ ദ്രോഹിച്ചു. എന്നിട്ട് മക്കൾ നഷ്ടപ്പെട്ടപ്പോ സ്നേഹം നടിച്ച്
ഇവരുടെ കൂടെ കൂടി ഇവര് തരുന്നത് അമൃതാണെന്ന് പറഞ്ഞാൽ നാണമില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ് മനുഷ്യന് വിചിന്തനം വരുന്നത്. അപ്പോഴേ നമ്മൾ മനുഷ്യനാവുന്നു. ഹൃദയത്തിൽ തട്ടാൻ പാകത്തിന് ആരെങ്കിലും പറയുമ്പോ അപ്പോഴും ഐ ആം ക്ലിയർ, ടു കറക്റ്റ് എന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ ക്ലിയർ ആണ്, മറ്റുള്ളവർ കറക്റ്റ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഒരാൾ നിങ്ങളോട് കറക്റ്റ് ചെയ്യാൻ പറയുമ്പോ അതിലെന്തോ കറക്ഷനബിളായി കറക്റ്റബിൾ ആയിട്ട് എന്തോ സാധനം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുമ്പോഴേ നേരത്തെ പറഞ്ഞ ബുദ്ധിവികാസം കൊണ്ട് മനുഷ്യന് കാര്യമുള്ളൂ. ധൃതരാഷ്ട്ര അപ്പഴും പറഞ്ഞു, അവസാനം പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കില്ല ഏട്ടനോട്, ഇപ്പോഴെങ്കിലും എന്റെ കൂടെ വരാൻ തയ്യാറാണ്. ഈ രക്ഷിക്കുന്നതൊക്കെ ഇവരാന്ന് പറയും. ഇവരുടെ കാലാവസാനം വരെ ഏട്ടന് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ കാലത്തിന് ശേഷം ഏട്ടൻ ആരും കൂടെ ജീവിക്കുന്നു ചോദിച്ചു. അതാണ് ചോദ്യം പ്രസക്തമായത്. അതോടുകൂടി ധൃതരാഷ്ട്രക്ക് ബോധം വന്നു. ആ വിതുരൻ എന്ന ഇളയ അനിയന്റെ കൈപിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര ഗാന്ധാരിമാര് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് ഭഗവത്പാദത്തിൽ എത്തിച്ചേർന്നു. ഇതിന് പിന്നാലെയാണ് പാണ്ഡവന്മാര് തപസ് ചെയ്ത കഥ, അല്ലെങ്കിൽ തപസ് ചെയ്തല്ല, അവരിൽ നടന്നു പോകാണ്ടായി. നമ്മൾ ഈ തീർത്ഥാടനം എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾ? നമ്മൾ തീർത്ഥാടനം പോകാറുണ്ട്, നാലമ്പല യാത്ര, അല്ലെങ്കിൽ മാക്സിമം കാശി ഒക്കെ പോകാറ്. ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആടനം എന്നുള്ള പദത്തിന്റെ അർത്ഥം നടക്കുക എന്നാണ്. നടന്നു പോകണം. തീർത്ഥാടനം ചെയ്യുന്നവര് നടന്നാ പോകേണ്ടത്, അല്ലാതെ കുറെ ദൂരം ട്രെയിൻ, കുറെ ദൂരം ബസ് സൗകര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കും. പക്ഷെ അവിടെയെങ്കിലും നടന്നു. കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷക്കാരുണ്ട്, അവർ പറയും എനിക്കൊരു 150 രൂപ തന്നാൽ മതി, ഞാൻ നിങ്ങളെ ചുറ്റും നടന്ന് കാണിക്കാന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 150 രൂപയല്ലേ ചെലവുള്ളൂ. അതിൽ കയറിക്കും, അയാൾ അവിടെ പോയി അമ്പലങ്ങളൊക്കെ കാണിച്ചാൽ തിരിച്ചു 150 രൂപ കൊടുത്താൽ. പക്ഷെ അവിടെ അടനം നടക്കുന്നില്ലേ? ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ ചെല്ലുമ്പോ അവിടെയെങ്കിലും നടക്കണം. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് മമ്മിയൂര് മഹാദേവൻ ഇരിക്കുന്നത്, ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ഇവിടേക്കൊക്കെ നിങ്ങൾ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അത് തീർത്ഥാടനത്തിന്റെ ഗുണം ചെയ്യില്ല. എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് നടന്നു പോകുന്നത്? അല്ലെങ്കിൽ ശബരിമലയ്ക്ക് കെട്ടും കെട്ടി പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലത്തു നിന്നും കോഴിക്കോട് നിന്നും വേണ്ട ആന്ധ്രാപ്രദേശിൽ നിന്നും ആൾക്കാർ നടന്നു. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നടന്ന് തീർത്ഥം സന്ദർശിക്കുക എന്നുള്ളതാണ്, നടക്കുന്നത്. അപ്പൊ ഈ പാണ്ഡവന്മാര് തീർത്ഥാടനം ചെയ്തു തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. കാരണം അവര് നടക്കും തോറും ഓരോരുത്തര് വീണ്ടും ആ വീണ ആൾക്കാരെ പിന്നീടുള്ള ആൾക്കാർ നോക്കാതെ മുമ്പിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പൊ ആദ്യം സമാധിയായത് ധർമ്മപുത്രൻ, പിന്നെ ഭീമൻ, പിന്നെ അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ, അവസാനം പാഞ്ചാലി. ഭഗവാന്റെ സ്വധാമഗമനം, ഭഗവാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അന്തർധാനം ചെയ്യുന്ന വിവരം അർജുനൻ നിന്ന് മനസ്സിലായപ്പോ തന്നെ കുന്തിദേവി നാമം ജപിച്ചുകൊണ്ട് ഭഗവത്പാദത്തിൽ എത്തിക്കഴിഞ്ഞു. ആ അമ്മയ്ക്ക് നടക്കാനൊന്നും ശേഷിയില്ല. പിന്നീട് ഇവരുടെ പൗത്രനായിട്ടുള്ള ആളാണ് പരീക്ഷിത്. പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണം, അദ്ദേഹത്തിന്റെ ഭരണം ഒന്നും വേണ്ടിയൊന്നുമില്ല. കാരണം തന്റെ പൂർവികന്മാർ ഭരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു സിസ്റ്റം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു. പ്രജകളുടെ ഇടയിൽ, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കലാണ് ഭരണാധികാരികളുടെ മഹത്വം. അപ്പൊ ഒരു സിസ്റ്റം ഈ പാണ്ഡവന്മാരെ ഓൾറെഡി അതിലുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു ആധ്യാത്മിക സിസ്റ്റം ഉണ്ട് അന്ന് ഭാരതത്തിൽ. അപ്പൊ ആ സിസ്റ്റം പ്രകാരമാണ് എല്ലാവരും ജീവിക്കുന്നത്. എവിടെ പോയാലും നാമജപം മാത്രം, എവിടെ പോയാലും തന്റെ മുത്തശ്ശന്മാരുടെ മഹിമ മാത്രം എന്നുള്ളതാണ് പരീക്ഷിത്ത് കേട്ടത്. അപ്പൊ പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണത്തില് ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല, ആഭ്യന്തരം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ക്രൈംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ യമുനാ തീരത്ത് വെച്ച്, സരസ്വതി തീരത്ത് വെച്ച് ഒരു ക്രൈം കണ്ടു അദ്ദേഹം. 4 കാലിൽ 3 കാലിൽ കുടുങ്ങിയ ഒരു കാള ഒരു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ അടുത്ത് നിന്നൊരു പശു കരയുന്നതും.
അദ്ദേഹത്തിന് കാളയും പശു തമ്മിലുള്ള വർത്തമാനം മനസ്സിലായി. പശു കാളയോട് ചോദിക്കുന്നു, നീ എത്ര സുന്ദരനായിരുന്നു ഹേ. ഭഗവാൻ ഇവിടെയുള്ള കാലത്ത് ഈ 4 കാലുകളും കുത്തി കുത്തി കുതിച്ചു കുതിച്ച് എത്ര സുന്ദരമായിട്ടാണ് നീ ജമ്പ് ചെയ്ത് നടന്നിരുന്നത്. ഇപ്പൊ നിന്റെ ആ കാലുകളെ ആരാണ് വൈകല്യത്തോടുകൂടി വിരൂപാക്കി? അതിനു മുമ്പ് കാള അങ്ങോട്ട് ചോദിക്കും, നീ എന്തിനാ കരയണത്? ദൂരെയുള്ള ഏതെങ്കിലും ബന്ധുക്കൾ മരിച്ചു പോയോ? അതോർത്തിട്ടാണോ നീ കരയണത്? അതോ എന്റെ ഒരു പാദം നഷ്ടപ്പെട്ടതിന്റെ വിഷമാണോ നിനക്ക്? അപ്പോഴാണ് പശു പറഞ്ഞത്, അതാണ് എന്റെ വിഷമം. അപ്പൊ ആ കാള പറഞ്ഞു, ആ വിഷമം എനിക്ക് തന്നെയില്ല. കാല് നഷ്ടപ്പെട്ട എനിക്ക് തന്നെ ഒരു വേദനയില്ല, പിന്നെ നിനക്ക് എന്തിനാ വേദന? ഈ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് വട്ടിയായിട്ട് വന്നതും ബാക്കി നിൽക്കുന്ന കാല് തല്ലിയൊടിക്കാൻ നോക്കിയതും. പരീക്ഷത്തിന് ക്ഷമ നശിച്ചു. ഒരു ക്രൈം, അതും പശുവിനെ ഉപദ്രവിക്കുന്ന, കാളയെ ഉപദ്രവിക്കുന്ന ക്രൈം എന്റെ രാജ്യത്ത് നടക്കില്ലാന്ന് പറഞ്ഞ് വാളൂരി വെട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു, മഹാരാജ ഞാൻ കലിയാണ്, ഞാൻ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിമത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരാളെ ബാധിച്ചാൽ അവൻ എന്റെ അടിമയാണ്. പിന്നെ അവന് ദുഷ്പ്രവൃത്തി അല്ലാതെ ദുശ്ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അത് മദ്യപാനമാവാം, വ്യഭിചാരം ചെയ്യലാവാം, മറ്റുള്ളവരെ ഉപദ്രവിക്കലാവാം, ചിലപ്പോൾ അത് ചൂതുകളിയാവാം, സ്വന്തം സ്വത്തിനു വേണ്ടി അച്ഛനമ്മമാരെ കൊല്ലുന്ന പ്രവൃത്തിയാവാം, സ്വത്തിനു വേണ്ടി ഭർത്താവിനെ കൊല്ലുന്ന പ്രവൃത്തിയാവാം, ഭാര്യയെ കൊല്ലുന്ന പ്രവൃത്തിയാവാം. അതുകൊണ്ട് ഞാൻ ബാധിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. ഞാനാണ് ഇവരുടെ 3 കാലും തല്ലി ഓടിച്ചത്. അമ്പ, നീ ആള് കൊള്ളാം, എന്നാൽ എന്റെ രാജ്യത്ത് എനിക്ക് കാണാൻ പാടില്ല എന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ രാജ്യമല്ലാതെ ലോകത്തിൽ വേറെ ഏതാണ്? അങ്ങയുടെ രാജ്യത്തിലെ ലോകം മുഴുവൻ. എന്നോട് ഇവിടുന്ന് പോകാൻ പറയുന്നു. ഭഗവാന്റെ അന്തർധാനത്തിന് ശേഷം എന്നോട് ഇവിടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണതാ ഈ 4 സ്ഥാനങ്ങളില് ഇവൻ പറഞ്ഞത് പ്രകാരം തന്നെ ആ 4 സ്ഥാനങ്ങൾ തനിക്കായിട്ട് കൊടുത്തു. മദ്യപാനം, വ്യഭിചാരം, ഹിംസ, അതുപോലെ ചൂണ്ടുകളി. പക്ഷെ അദ്ദേഹം ആലോചിച്ചില്ല, ഈ യുഗത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ചെന്നുപെട്ടാൽ മതി. പിന്നെ മറ്റേത് ചെയിനായിട്ട് ഇങ്ങനെ വന്നു. മദ്യപിച്ചാൽ മതി, ബാക്കി 3 ദോഷങ്ങൾ വരും. ഇനി ചൂത് കളിച്ചാൽ മതി, ബാക്കി ദോഷങ്ങൾ പിന്നാലെ വരും. നിങ്ങൾ അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ, അവിടെ ഇന്ന് മനസ്സിലോട്ട് വിടാൻ മതി. നാളെ നോക്കി ഞാൻ വിടാം. അപ്പൊ ഞാൻ ഓർത്തില്ല, ശ്രദ്ധിക്കില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പിന്നെ 7:30 പോകണ്ടേ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഏതായാലും ആദ്യത്തെ സ്കന്ധം ആ പരീക്ഷത്തിന് ബാധിച്ച് അദ്ദേഹം ഒരു ചത്ത പാമ്പിന്റെ ശരീരം ഒരു മഹർഷിയുടെ കഴുത്തിലേക്ക് യാദൃശികമായിട്ട് അദ്ദേഹത്തിന് വണ്ടി വന്നു. സ്വതവേ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർക്ക് വല്ല തെറ്റ് പറ്റും. അങ്ങനെയാണ്. ആ തെറ്റ് ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷ കണിക എന്നാണ് പ്രമാണം. എന്ന് വെച്ചാൽ തെറ്റ് ചെറുതായിട്ട് വലിയ ആൾക്കാർ ചെയ്യുമ്പോ അത് വലിയ തെറ്റായിട്ട് ജനങ്ങൾ ചിന്തിക്കും. മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരാവും. മാനുഷികമായിട്ടുള്ളതിന്റെ പേരിൽ എന്തെങ്കിലും ആ തെറ്റ് സാധാരണ തെറ്റ് ചെയ്യുന്ന ആളെ കാണുന്ന പോലെയല്ല ആ തെറ്റിനെ കാണാം. ഇവിടെ പരീക്ഷിച്ച് പറയുന്നു, നിർവേദമൂനോ ദ്വിജശാപരൂപ എത്ര പ്രസക്തോ ഭയമാശു തത്തേ. കാരണം ചില കേഴ്സൺസ്, ചില കാരണങ്ങൾ നമുക്ക് നന്നാവാനാണെങ്കിൽ അതിനെ നമ്മൾ ചീത്തയായിട്ട് കാണേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരാൾ ചീത്ത പറയണതായിരിക്കും നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യാൻ കാരണമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒരാൾ അസഭ്യം പറയണതായിരിക്കും നിങ്ങൾക്ക് പുനർവിചിന്തനത്തിന് കാരണമായി തീരാം. ചിലപ്പോൾ നിങ്ങളെ ഒരാള് ശാരീരികമായിട്ട് ശിക്ഷിക്കുന്നതായിരിക്കും പുനർവിചിന്തനത്തിന് കാരണമാവാം. നിർവേദമൂലോ ദ്വിജശാപരൂപ. എന്തെങ്കിലും നിർവേദം, ട്രാൻസ്ഫർമേഷൻ, എന്തെങ്കിലും ഒരു മാറ്റം ഒരാൾക്ക് സംഭവിക്കുന്നത് അത് ശാപരൂപത്തിലായാൽ അത് അനുഗ്രഹമാണെന്നാണ് പരീക്ഷിച്ച് പറയുന്നത്. അപ്പൊ
ദ്വിജശാപരൂപം എനിക്ക് ഭയം ഉണ്ടാക്കിയെങ്കിലും ആ ബ്രാഹ്മണൻ ശപിച്ചത് വാസ്തവത്തിൽ ആൾക്കാർക്ക് ഭയമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് മാറ്റത്തിനുള്ള ഒരു മാർഗമാണ് എന്നാ പരീക്ഷിച്ചു വന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കാൻ മാത്രം കൊതിക്കരുത്. അഥവാ നമുക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ വരുമ്പോ, വാക്കുകൾ വരുമ്പോ അത് ശ്രദ്ധിക്കാൻ തയ്യാറാണ്. അതിൽ ടു ട്രാൻസ്ഫോം മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ മാറ്റാൻ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ചിന്തിക്കണം. ആ വാക്കുകളിൽ എനിക്ക് എന്നെ മാറ്റാൻ എത്ര എനിക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകൾ വന്നാലും ഞാൻ അതുകൊണ്ട് മാറുമെങ്കിൽ ആ വാക്കുകൾ അത് ശാപമല്ല, അത് അനുഗ്രഹമാണ്. നിർവേദമൂല ദ്വിജശാപരൂപ. അപ്പൊ ശാപം എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് വിഷമാണെങ്കിൽ പരീക്ഷത്തിനെ പോലുള്ള മഹാത്മാവ് അതിനെ അനുഗ്രഹമായിട്ടാണ് ചിന്തിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, അവനവന് ഇഷ്ടപ്പെട്ടതേ കേൾക്കൂ എന്നുള്ളത് ചിന്തിക്കരുത്. ശബ്ദം എന്നുള്ളത് കാത് എന്നുള്ളതിനോടത്തോളം കാലം കേൾക്കേണ്ടി വരും. ഇല്ലയോ? സന്ധ്യാസമയത്ത് ഉറങ്ങണ്ട. ഏതായാലും ശബ്ദം എന്നുള്ളത് കാത് എന്നുള്ള അവയവം പ്രവർത്തിക്കുന്നിടത്തോളം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമേ കേൾക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവൃത്തിയില്ല എന്ന് പറയാനേ സാധിക്കുന്നു. അതാണ് ആചാര്യന്മാര് പ്രാർത്ഥിച്ചത്, ഭദ്രം കർണേഭിശ്രയാമ ദേവാഹ. അലയോ ദേവന്മാരെ, കർണേഭി ശ്രയാമ, ഞങ്ങൾ കാതുകളാൽ കേൾക്കുന്നത് മുഴുവൻ നല്ലതായി തീരണേന്നാണ് അവർ പ്രാർത്ഥിച്ചത്. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് കേൾക്കണമെന്നല്ല, ആ ഇഷ്ടം കേൾക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുണ്ടാവണമെന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ആ ജീവന് ചില ആ വാസനകളൊക്കെ അനുസരിച്ച് ആ ജീവൻ ചിന്തിക്കൂ, പറയൂ, പ്രവർത്തിക്കൂ. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മൾ ആ വ്യക്തി നാം ഇഷ്ടമുള്ളത് പറയണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഒരാൾ പറയുന്ന വിഷയം, ആ വിഷയത്തെ നമ്മൾ കാണേണ്ടത് ഈ വിഷയത്തിൽ അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ എന്നാണ്. കർത്തും ശക്യം ഇത് കാര്യം എന്നാണ് സംസ്കൃതത്തില്. എന്ന് വെച്ചാൽ ചെയ്യാൻ യോഗ്യമായ വസ്തുവിനെയാണ് നമ്മൾ കാര്യം എന്ന് പറയുന്നത്. ആക്റ്റബിൾ, ഡൂയബിൾ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം അയാൾ പറഞ്ഞോ എന്ന് മാത്രം ചിന്തിക്കാം. നാവിന്റെ ഇടയിൽ പല്ലുണ്ട് അല്ല, അങ്ങനെയല്ലേ? അല്ല, 42 നാവിന്റെ ഇടയിൽ അല്ല, പല്ലിന്റെ ഇടയിൽ ഒരു നാവ്. ഇത് അവരെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പറയാവൂ എന്നുള്ളത് ശഠിക്കാൻ നിവൃത്തിയില്ല. കർമ്മവാസന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി. കരോ, നിങ്ങളൊരു നടനെ കുറിച്ച് പറയുമ്പോ ആ നടനെ ഏറ്റവും അടുത്തറിയുന്ന ആള് പറയാണ്, അയാൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയൊന്നുമല്ല ആള് നോക്ക. അപ്പൊ നിങ്ങൾ എന്താ പറയും? എന്തായാലും അയാളുടെ അഭിനയം, അതാണ് എനിക്കിഷ്ടം. അയാളുടെ അഭിനയമാണ് എനിക്കിഷ്ടം. അപ്പൊ അയാളുടെ നല്ല ഭാഗം മാത്രമേ നിങ്ങൾ എടുത്തിട്ടു, ചീത്ത ഭാഗം നിങ്ങൾ എടുത്തിട്ട്. അപ്പൊ അതുപോലെയാണ് എല്ലാ കാര്യത്തിലും നടന്നത്. ഒരാൾ പറയുന്നത് കേൾക്കുമ്പോഴും ഒരാൾ ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വസ്തുതകൾ ധാരാളം ഉണ്ടായി. അവിടെ എന്തെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റിയതുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഏറ്റവും അധികം ചിന്താശേഷിയുള്ള മനുഷ്യന്മാരായിട്ട് വികസിക്കും. മനസ്സിലായോ? പരീക്ഷിച്ച് പറഞ്ഞതാ, നിർവേദമൂലോ ദ്വിജശാപരൂപ എന്നാ പറഞ്ഞത്. എന്റെ ഈ മാറ്റത്തിന് കാരണം ഈ ബ്രാഹ്മണൻ ശപിച്ചത് എനിക്ക് മാറാനൊരു കാരണമായി എങ്കിൽ കുറച്ചൊരു ഭയം എനിക്കുണ്ടെങ്കിലും ആ ഭയത്തെ ഞാൻ കണക്കാക്കുന്നില്ല.
കാരണം ഞാൻ മാറി എന്നുള്ളതാണ്. അവിടെയാണ് പരീക്ഷത്തിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ചോദിച്ചു, എനിക്ക് മാറാൻ ഉറപ്പുള്ള കൃഷ്ണകഥകൾ ആരെങ്കിലും പറഞ്ഞു തരണേ. ഗംഗാതീരത്ത് വന്നിരുന്നു അദ്ദേഹം. ഗംഗാതീരത്ത് വന്നിരുന്ന 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന ശാപം അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഗംഗാതീരത്ത് വന്നിരുന്ന അദ്ദേഹം ചോദിച്ചത്, എനിക്കിനി മാറാൻ ഇനി 7 ദിവസമേ ആയുസുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് എനിക്ക് ഭഗവാനെ കിട്ടാൻ, എനിക്ക് എന്റെ റിട്രീറ്റ്, എന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കൃഷ്ണകഥ മാത്രമായിരിക്കും. അതുകൊണ്ട് കൃഷ്ണകഥ എനിക്ക് പറഞ്ഞു തരണമെന്നാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചത്. ഭാഗവതത്തിന്റെ 12 സ്കന്ധം, അതിൽ ആദ്യത്തെ സ്കന്ധം ഈ ചോദ്യത്തോടെയാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ ചോദിച്ചത് കൃഷ്ണകഥ തരുമെന്ന് മാത്രമല്ല, കൃഷ്ണകഥ പറയുമ്പോൾ ശ്രീശുകൻ വരുന്നത് വരെ ചോദിച്ചു. ശ്രീശുകൻ വന്നപ്പോൾ ചോദ്യത്തിന്റെ ഭാഷ മാറി. ഓരോരുത്തരോടും നമ്മൾ ചോദിക്കേണ്ട രീതിയുണ്ട്. ശ്രീശുകനോട് അദ്ദേഹം ചോദിച്ചത്, അപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹയൽ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെയ്യാനായിട്ട് എന്താണ് ഒരു മനുഷ്യനുള്ളത്? ഈ മനുഷ്യന്റെ പ്രത്യേകത മ്രിയമാണസ്യ സർവദാ, എല്ലാ തലത്തിലും എല്ലായ്പ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യൻ. ശാസ്ത്രങ്ങളുടെ പ്രകാരം നോക്കിയാലും, ശാസ്ത്രപ്രകാരം നമ്മളുടെ സെല്ലുകൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കട്ടെ. അവ ശാസ്ത്രീയമായിട്ട് നോക്കിയാലും അല്ലെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മനുഷ്യൻ. ഈ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സ്വഭാവം കൊണ്ടാണ് അദ്ദേഹത്തിനെ മർത്യൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മർത്യനായിട്ടുള്ള ഒരു ആള് എന്ത് ചിന്തിക്കണം എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യണം? ആരെ ആശ്രയിക്കണം? ആരെ ഭജിക്കണം? കൃഷ്ണൻ വേണോ? ഭദ്രകാളി വേണോ? ഭഗവതി വേണോ? അയ്യപ്പൻ വേണോ? മഹാദേവൻ വേണോ? എന്നുള്ള ചോദ്യമല്ല. ഏത് രീതിയിൽ ഞാൻ ഭജിക്കണം എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ 2ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് ഈ ശ്രീശുക ആചാര്യൻ മറുപടി പറഞ്ഞുകൊണ്ടാണ്. അവിടെ മറുപടി പറയുന്നത് അദ്ദേഹം വളരെ രസമായിട്ടാണ്. പരീക്ഷിത് എത്രയായാലും ചിന്തിക്കില്ല മനുഷ്യൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് ചിന്തയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഉപയോഗിക്കില്ല. നമ്മള് ഒരു കുഴിയിൽ വീണതിന് ശേഷമാണ് ആസ്പത്രിയിൽ കിടക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് നടക്കായിരുന്നില്ലേ, ഞാൻ ഇന്നലെയെങ്കിലും ആ കുഴി കണ്ടതാണോ, ഇന്ന് കണ്ടില്ല, അതുകൊണ്ടപ്പം ഇവിടെ കിടക്കേണ്ടി വന്നു. ചിന്തയില്ല. ഈ ചിന്തയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ചിന്തയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ആധ്യാത്മികത. നിങ്ങൾ വന്നിരുന്ന് നാമം ജപിക്കുന്നതും കഥ കേൾക്കുന്നതും പുരാണ പാരായണം ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും എല്ലാം ചിന്തകൾ നേരെയാവണം. നേരെയാവാന്നുള്ളതിന്റെ അർത്ഥം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്നല്ല, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചിന്തിക്കാറാവുക എന്തിനെ കുറിച്ചും അർത്ഥം. അതിനാണ് വാസ്തവത്തിൽ ഗായത്രി മന്ത്രം. എന്നെ പ്രചോദിപ്പിക്കണേ എന്നല്ല, ഞങ്ങളെ പ്രചോദിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ആ ഗായത്രി മന്ത്രം പോലെയുള്ള മന്ത്രങ്ങള് ജപിക്കാൻ തന്നെ നമുക്ക് ചിലപ്പോൾ മാറും. അലാമച്ചിട്ട് പറയാറില്ലേ, എണീക്കാൻ എന്നെ വിളിക്കാൻ നീ അതിന് മുമ്പ് അലാം വെക്കണേ. 3:30 ആകെ നീങ്ങണം. 3 മണിക്ക് ഭാര്യയോട് പറയും, നീ ഒരാളാം വെച്ചിട്ട് നീ എന്നെ 3:30 വിളിക്കണേ. അത്ര നല്ല ആൾക്കാർ. ചിന്തിക്കേണ്ടത് എന്താണെന്ന് ആദ്യം മനസ്സിലാവണം. പരീക്ഷത്തിന്റെ ചോദ്യം അത് തന്നെയാണ് ശ്രീശുകനും പറഞ്ഞത്. ചിന്താശേഷി ഉള്ളവനാണ് മനുഷ്യൻ, പക്ഷെ അത് ആ ശേഷി ഉപയോഗിക്കില്ല. മനുഷ്യന്മാർക്ക് അവനവന് അപ്പോൾ സുഖം തരുന്ന വസ്തുതകളോടും വ്യക്തികളോടുമാണ് താല്പര്യം. നമ്മളിപ്പോ കലികാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആളെ കുറ്റം പറയുന്നത്. കാരണം അവനവന് അപ്പോൾ ആനന്ദം തരുന്ന വസ്തുതകളോടാണ് നമുക്ക് എപ്പോഴും താല്പര്യം. ഇൻസ്റ്റന്റ്, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിഷയം, അതിനോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ ആ താല്പര്യം മാറി നിത്യാനന്ദം അവസ്ഥയുണ്ട്.
തൽക്കാലം ആനന്ദം കിട്ടുന്നത് ശരിയായ സ്വരൂപത്തിലോ ശരിയായ അനുഭവത്തിലോ ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നിത്യാനന്ദം ലഭിക്കാൻ നിത്യമായി ആനന്ദം തരുന്നതിനെ ആശ്രയിക്കാം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട ഒരു ഈശ്വര സങ്കല്പം ഭാരതീയർക്കില്ല. സനാതന സങ്കല്പത്തിൽ പ്രപഞ്ചം വേറെ ഈശ്വരൻ വേറെ എന്നുള്ള സങ്കല്പമില്ല. പ്രപഞ്ചം സൃഷ്ടിച്ചത് ഭഗവാനാണെങ്കിലും ആ പ്രപഞ്ചത്തിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നപ്പോഴാണ് ജീവൻ ഉണ്ടായത്, ചൈതന്യം ഉണ്ടായത് എന്നാണ് നമ്മുടെ ആചാര്യം, നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങൾ വ്യത്യാസം, ആചാര്യനും കേൾക്കുന്നതും തമ്മില് ശാരീരികമായിട്ടോ ബൗദ്ധികമായിട്ടോ മാനസികമായിട്ടോ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസനാബന്ധത്തിലാണ് വ്യത്യാസം ഇരിക്കുന്നത്. അതൊക്കെ പിന്നെ നമുക്ക് സ്മരിക്കാം. ഇവിടെ പ്രപഞ്ചത്തിനെ ഈശ്വരനായിട്ട് കാണാൻ വേണ്ടി ഭഗവാന്റെ ഒരു രൂപത്തെ ഓർമ്മിച്ചു കൊടുക്കുന്നു ശ്രീ ശുഭൻ. പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫോട്ടോയിൽ ഇരിക്കുന്ന ആളല്ല ഈശ്വരൻ, ഇനി ഒരു വിഗ്രഹത്തിൽ ഇരിക്കുന്ന ആളല്ല. എന്റെ തന്നെ പ്രതിനിധാനമാണ് ആ വിഗ്രഹം എന്ന് ചിന്തിക്കലാണ് ക്ഷേത്രാരാധന. ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ടായി, ഞാൻ എന്ന വസ്തുതയിൽ നിന്ന് വേറിട്ട ഒരു ഈശ്വര തത്വം ഇല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ മാസ്ക് വെച്ച കാരണം തുറപ്പിച്ച് നോക്കണതാണോ അതോ മൂക്ക് മൂടിയതുകൊണ്ട് കണ്ണു തുറക്കിയാണോ എന്ന് അറിയില്ല. ഈ ശ്വാസം മുട്ടിയ കണ്ണു തുറക്കൂലോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമ്മളുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്ന് ഡയലോഗ് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് ഞാൻ അമ്പലത്തിക്കൊന്നും പോവാറില്ല എന്നോ. നമ്മുടെ ഈശ്വരൻ നമ്മൾ തന്നെ. എന്നാ തനിക്ക് തന്നെ വിശ്വാസം ഉണ്ടോ? അത് പോലെ കൊറോണ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ ഉള്ളിലുള്ള ഈശ്വരൻ ഉണ്ട് എന്ന് ബോധ്യം വരുത്താനാണ് ക്ഷേത്രം. നിങ്ങളുടെ ഉള്ളിലും ഈശ്വരനാണ്, എല്ലാവരുടെ ഉള്ളിലും അതേ പ്രതിഭാസമാണ് എന്ന് സ്വയം ബോധ്യം വരാനാണ് ഈ വക സംവിധാനങ്ങൾ. അപ്പൊ നമ്മൾ ക്ഷേത്രാരാധന ചെയ്യുന്നവര് ഈ പ്രപഞ്ചത്തെ തന്നെ ക്ഷേത്രമാക്കി കണ്ടുകൊണ്ട് ഗീതയിൽ പ്രസിദ്ധമായിട്ടുള്ള ഇതും ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു ക്ഷേത്രമില്ല. ഈ പ്രാണപ്രതിഷ്ഠ എന്നാണ് പ്രതിഷ്ഠയ്ക്ക് പേര്. നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ ജീവനും ഒക്കെ അതേപടി ഒരു വിഗ്രഹത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് അത് വിഗ്രഹമാണ്. അതാണ് അപ്പോഴാണ് കൃഷ്ണനും മുരുകനും ധർമ്മശാസ്താവും ഭദ്രകാളിയും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടെത്താൻ നമ്മൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മതിയാവും. നമ്മളെല്ലാവരും ഈശ്വരന്മാരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിൽക്കായിരിക്കും. ഇതിലൂടെ ചിന്തിച്ച് കണ്ടെത്തണം. അതിനാണ് മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ള തലച്ചോറ്. ഇവിടെ ഇതാ പാതാളമേതസ്യ പാദമൂലം എന്ന് തുടങ്ങി പാതാളം മുതൽ അങ്ങ് സത്യലോക ഭഗവാന്റെ ബാഹ്യമായ ലോകത്തെ വർണ്ണിച്ച് കൽപ്പിക്കും. ഭഗവാന്റെ അല്ല, ബാഹ്യമായ ലോകത്തിന്റെ ലോകരൂപേണയുള്ള ഭഗവാന്റെ ശരീരത്തെ. നിങ്ങൾക്ക് കണ്ണടച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കണ്ണടച്ച് ഉള്ളിലുള്ള തന്നെ കാണാൻ എപ്പോഴും സാധിക്കുന്നില്ലെങ്കിൽ കണ്ണ് തുറന്നു മതി. കണ്ണ് തുറന്ന് നിങ്ങൾ കാണുന്ന ആളുകൾ മുഴുവൻ, നിങ്ങൾ പെരുമാറുന്ന സാഹചര്യം മുഴുവൻ, വസ്തുതകൾ മുഴുവൻ, പരിസരം മുഴുവൻ ഈശ്വരനാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ കാലത്ത് പറഞ്ഞത് പരിസ്ഥിതി മലിനീകരണത്തിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നൊരു വിഷയമല്ല. ഈ പരിസ്ഥിതി മലിനീകരണം കൊണ്ട് മനുഷ്യന് ശാരീരികമായ രോഗങ്ങൾ കൂടുതൽ വരുന്നത് മാനസികമായിട്ടുള്ള രോഗങ്ങളാണ്. ചികിത്സ ഭേദാവാത്ത മാനസിക. കാരണം ഇത് നമ്മുടെ സംസ്കാരമായി കഴിഞ്ഞു. പഴം തിന്നു കഴിഞ്ഞാൽ തൊലി വലിച്ചെറിയുക, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി വലിച്ചെറിയുക, ഇത് നമ്മുടെ ശീലമായി കഴിഞ്ഞു. അപ്പൊ അത് മനസ്സിനെയാണ് കൂടുതൽ ബാധിക്കും. അപ്പൊ പരിസ്ഥിതി മലിനീകരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സംസ്കാരത്തിൽ നദികൾ മുഴുവൻ ഭഗവാന്റെ രക്തയോട്ടമാണെന്നും ഈ കാണുന്ന വൃക്ഷലതാദികൾ മുഴുവൻ ഭഗവാന്റെ നാടിഞരമ്പുകളാണെന്നും സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ കണ്ണുകളാണെന്നും ദിക്കുകൾ ഭഗവാന്റെ കാതുകളാണെന്നും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നത് ശ്രീ ശുഗ ആചാര്യൻ. അപ്പൊ ഇത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഈശ്വരനാണ്. അതാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്.
നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ എപ്പോഴും പറ്റുന്നില്ല, കണ്ണടച്ച ഉറക്കം വരികയാണെങ്കിൽ കണ്ണ് തുറന്നിരിക്കൂ, ആളുകളെ നോക്കൂ, ചിരിക്കൂ, വർത്തമാനം പറയൂ, കുശല പ്രശ്നം ചെയ്യൂ. ഇതൊക്കെ ഭഗവാനോട് കുശല പ്രശ്നം ചെയ്യണം. അപ്പൊ പുറത്തെ ഈശ്വരനെ കാണാനുള്ള കണ്ണ് സമ്പാദിക്കണമെങ്കിൽ അകക്കണ്ണ് തുറക്കുന്ന ഇത്തരത്തിലുള്ള ആധ്യാത്മിക സത്സംഗങ്ങളിൽ നമ്മൾ പങ്കെടുത്തേ മതിയാവും. നമുക്ക് ന്യായം പറയാം, ഈശ്വരനാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോണത് അത് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല. കാരണം മറുപടി അനുഭവിക്കുന്ന ചോദ്യങ്ങളല്ല. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവാൻ എന്തായാലും 9ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ എന്നാൽ പിന്നെ 10 പാസ്സാവണ്ടെന്ന് വിചാരിക്കുന്നത്. 9 പഠിച്ചാലേ 10 പാസ്സാവുള്ളൂ, 9 പഠിക്കില്ല, കഴിയില്ലേ എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ളൂ ഈശ്വരൻ എല്ലാ ദിക്കിലുണ്ടെങ്കിൽ എന്തിനാ അമ്പലത്തിൽ പോകണമെന്നുള്ള ചോദ്യം. ക്ഷേത്രങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പുറമേയുള്ള നമ്മളുടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു വൃക്ഷത്തെ കാണുമ്പോൾ, ഒരു ജലാശയത്തെ കാണുമ്പോൾ, ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് ഈശ്വരനാണെന്ന് ചിന്തിക്കാനുള്ള ശേഷിയാണ് നമ്മുടെ ആചാര്യന്മാര് വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത്. അതാണ് മാക്രോകോസം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ബാഹ്യമായ ഈ പ്രപഞ്ചം നമുക്ക് ഈശ്വരനെ നിഷേധിക്കല്ല ചെയ്യണം, ആ ഈശ്വരത്വത്തെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തുക ചെയ്യണം. ബാഹ്യമായ ഈ പ്രപഞ്ചം കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകാൻ പറയുന്നത് എന്തിനാ? കാട്ടിൽ പോകാനായിട്ട് ഒരാളോടും പറഞ്ഞില്ല ശാസ്ത്രവും. നാട് തന്നെ വലിയ കാടായിട്ടിരിക്കുന്നത്, അപ്പൊ പിന്നെ പ്രശ്നം വേറെ കാട്ടിൽ പോയില്ല. കാട്ടിൽ പോകാനല്ല പറഞ്ഞില്ലേ, കാട്ടിൽ പോയാലുള്ള പോലെയുള്ള ശാന്തമായ മനസ്സിനെ സമ്പാദിക്കാനാണ് ഈ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്. കാട്ടിൽ പോയാൽ വേറെ ബഹളങ്ങളൊന്നുമില്ല. അനുഭവമാണ് കാട്ടിൽ പോയിരിക്കുക കുറച്ചു നേരം എന്നുള്ളത്. നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ സ്വച്ഛാവസ്ഥ ഉണ്ടാവാനാണ് ആചാര്യന്മാർ പറഞ്ഞത്. അതാണ് കാട്ടിൽ പോകാനുള്ള ഭാഷയുടെ ഒരു ഉദ്ദേശം. അല്ലാണ്ട് കാട്ടിൽ പോയി ഇതൊക്കെ വിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യാനല്ല, സാധിക്കാത്ത കാര്യങ്ങളല്ല പറഞ്ഞത്. സ്വച്ഛമായ മനസ്സിനെ വെക്കാൻ ഇവിടെ മൃഗീയമായിട്ടുള്ള ഈ വാസനകൾ, മൃഗീയമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങൾ, മൃഗീയമായ ചിന്തകൾ, ഉച്ചയ്ക്ക് പറഞ്ഞ മാത്സര്യ ബുദ്ധി, ഈ വക വസ്തുതകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നല്ല സുഖം. ഈ മിണ്ടാതിരിക്കലാണ് കാട്ടിൽ പോകുന്നത്. ആ മിണ്ടാതിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ അതിനെ ശീലിച്ചാൽ ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് മിണ്ടാതെ ഉണ്ടെങ്കിൽ ഇത് ഈശ്വരനെ അറിയാൻ വേണ്ടി കണ്ണടയ്ക്കണമെന്ന് പോലും ആചാര്യന്മാര് പറഞ്ഞില്ല. കണ്ണ് തുറന്ന് നിങ്ങൾ കാണുന്നതെല്ലാം ഈശ്വരൻ. ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോ ആ വ്യക്തിയും എന്നിലുള്ള ജീവൻ തന്നെയാണ് സമഭാവന ഉണ്ടാവാനേ ആചാര്യന്മാര് പറഞ്ഞത്. ഏതായാലും പിന്നീട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനെ സ്തുതിക്കുന്ന ശുഭസാരസ്വതം, അതിനുശേഷം ബ്രഹ്മാവ് ബ്രഹ്മാവിനോട് നാരദൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം പിന്നീട് ബ്രഹ്മാവിന് ഭാഗവതം ഉപദേശിച്ച ഭഗവാനാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ചതുശ്ലോകി ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. 10ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ സ്കന്ധത്തിൽ ഈ ബ്രഹ്മാവ് ഉണ്ടായ ആദ്യത്തെ കൽപ്പത്തിന്റെ പേര് പാത്മകൽപ്പം എന്നാണ്. ഈ പാത്മകൽപ്പത്തിലെ സൃഷ്ടികളെ കുറിച്ച് ലക്ഷണങ്ങൾ ഭാഗവതത്തിനുണ്ട് എന്ന് ആ ഭാഗവതത്തിന്റെ 10 ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. 3ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് ഭാഗവതത്തിന്റെ ആദ്യത്തെ സർഗം എന്നുള്ള സൃഷ്ടി എന്നുള്ള ലക്ഷണം. ലക്ഷണം എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിന്റെ ആ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയുമായി ഈ ലക്ഷണത്തിന് ഉള്ള ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ പേരിടുന്ന പോലെയാണ്. നമ്മൾ പേരിട്ട അറിയേണ്ട നേരമില്ല, ഇങ്ങനത്തെ ആളാവും. നമ്മളെ പേരിടുന്ന പോലെയല്ല. ഈ സ്കന്ധത്തിൽ യോജിച്ച പേര് സൃഷ്ടി സർഗം എന്നാണ് ഈ ലീലയുടെ പേരെങ്കിൽ
സൃഷ്ടി കൊണ്ട് ആ സ്കന്ധത്തെ മുഴുവൻ സൂചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സ്കന്ധം മുഴുവൻ സൃഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. വിതുരൻ എന്ന നേരത്തെ നമ്മൾ കേട്ട അദ്ദേഹം തീർത്ഥാടനത്തിലൂടെ ഏതൊക്കെ വഴിക്ക് പോയി എന്ന് സൂചിപ്പിക്കും. യാത്രാമധ്യേ അദ്ദേഹം ഭഗവാന്റെ നേരിട്ടുള്ള മന്ത്രി കൂട്ടുകാരനായിട്ടുള്ള ഉദ്ധവനെ കണ്ടുമുട്ടി. ഈ ഭക്തന്മാരെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവർക്ക് ലോകം നോക്കുമ്പോൾ ലോകത്തിൽ ആളുകളുടെ പെരുമാറ്റ രീതിയിൽ നിന്ന് മഹാത്മാക്കൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര കണ്ട് ഈശ്വര സന്നിധാനം സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാവും. ഇതിലും ഉദ്ധവനും പറഞ്ഞത് ലോകത്തിലാകെ കുൽസിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ധവ, ഭഗവാൻ ഇവിടെ നിന്ന് അന്തർധാനം ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് ഉദ്ധവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ ലീലകളെ പറഞ്ഞ് അവസാനം പറഞ്ഞു, പവിത്രമായ ആ നീലമേഘ ശ്യാമള കോമള രൂപം ഭഗവാൻ അന്തർധാനം ചെയ്തിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നിന്ന്. വിതുര, അങ്ങ് ഇനി ഹരിദ്വാരത്തിലുള്ള മൈത്രേയാശ്രമത്തിലേക്ക് പോകുന്നു, ഞാൻ മുകളിൽ ബദരികാശ്രമത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ച് കുറച്ചു നേരം യാത്ര ചെയ്തു. വിതുരന്റെ യാത്ര ഹരിദ്വാറിൽ അവസാനിച്ചു. ഉദ്ധവൻ ബദരികാശ്രമത്തിലേക്ക് യാത്രയായി. വിതുരൻ മൈത്രേയാശ്രമത്തിൽ ചെന്ന് ഇതുപോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചോദ്യോത്തരങ്ങളാണ് പുരാണങ്ങൾ മുഴുവൻ. വിതുരന്റെ ചോദ്യം നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമായിരുന്നു. തിരുമേനി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം ചെയ്തു, എന്നിട്ട് ഒരു സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ള സ്വഭാവം മാറ്റി കർമ്മം ചെയ്യുന്നതിൽ സുഖം കാണുക എന്നുള്ള രീതിയിലേക്ക് മാറിയാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സുഖം കിട്ടും. വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് മനസ്സിലായി. നിങ്ങളെ ചെയ്യുന്ന പ്രവൃത്തികളിൽ സുഖം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് സുഖാവും. സുഖം ഇന്ന കർമ്മത്തിലാണെന്ന് വിശ്വസിച്ച് ആ കർമ്മം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ കർമ്മം കൊണ്ട് പോലും നിങ്ങൾക്ക് സുഖം കിട്ടില്ല. എന്താ സുന്ദരകുട്ടന്മാരെ മൊബൈലിൽ ഇരിക്കണോ? ആ, സുഖായ കർമാണി കരോതി ലോക. ഇവിടെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സുഖം കിട്ടാനാ കർമ്മം ചെയ്യുന്നത്, കർമ്മത്തിന് സുഖം കാണുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ 4ാമത്തെ തവണയായിരിക്കും ഇല്ലേ ഈ അഭ്യാസം. അത് നിങ്ങൾക്ക് മടുത്തു എന്ന് നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാം, പക്ഷെ എനിക്ക് മടുത്തു. എന്താ വ്യത്യാസം? ഞാൻ കർമ്മത്തിന് സുഖം കണ്ടെത്തണം. നിങ്ങളോട് ഇങ്ങനെ പറയുക എന്നുള്ളതിന് ഒരു സുഖമുള്ള ആളാണ് ആര്? ഞാൻ. കേൾക്കുക എന്നുള്ളത് ഇയാൾ സുഖം പറയുന്നു പറയുന്നത് അസുഖമായിട്ടുള്ള കാര്യം. സോ സുഖായി കരോതി ലോക. സുഖം കിട്ടാൻ വേണ്ടി മനുഷ്യന്മാർ കർമ്മം ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വിപരീതം സംഭവിക്കുകയും ചെയ്യും. അതാണ് ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വളരെ നേരോ ബോർഡർ ലൈനാണ് ഈ സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളത് മാറ്റി നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ സുഖം കാണുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ സ്വീപ്പിംഗ് ജോലി ചെയ്യുമ്പോൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇനി വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് അതുപോലെ പറ്റുമോ? മറിച്ച് നിങ്ങളുടെ ആ ജോലി നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ അതിലൊരു സുഖം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സത്യമാണോ നുണയാണോ? സത്യമാണെങ്കിൽ കഴിയും സാധിക്കും, നുണയാണെങ്കിൽ അപ്പൊ രണ്ടുമാണോ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അവ ഈ ദുഃഖങ്ങളെ നമ്മളുടെ കാഴ്ചപ്പാടിലായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നത് സുഖത്തിനായിട്ട് മാറ്റാതെ സുഖം കർമ്മത്തിൽ കാണുക എന്നുള്ള അവസ്ഥ മാറ്റാൻ മതി. കർമ്മം എന്താണോ നമുക്കുള്ളത് നിയോഗിച്ചത്, ആ നിയോഗിച്ച കർമ്മത്തിൽ നിങ്ങൾക്ക് സുഖം കണ്ടെത്താൻ സാധിച്ചാൽ എല്ലാവർക്കും സുഖം ഉണ്ടാവും. നമ്മൾ സുഖം തേടി കർമ്മം ചെയ്താൽ സുഖം എന്നുള്ളത് ഒരു മരീചികയായിട്ട് അവശേഷിക്കും, കിട്ടാൻ പോണതല്ല. നമ്മുടെ അപകടങ്ങൾ ഏറ്റവും അധികം സംഭവിച്ചിരിക്കുന്നത് സുഖം തേടിയുള്ള കർമ്മം ചെയ്യില്ല. കുറെ ജ്യോത്സ്യന്മാരെ കണ്ടു, കുറെ ഡോക്ടർമാരെ കണ്ടു, കുറെ ഭാഗങ്ങൾ കിട്ടാൻ സാധിക്കുന്നു. 3 കൊല്ലമായിട്ട് പോയിട്ടില്ല,
അപ്പൊ ആൾക്കാർ ഒന്ന് പറഞ്ഞു ഏതോ തരക്കേടില്ലാത്ത പരിപാടിയാണ് ഇക്കൊല്ലെങ്കിൽ താൻ പൊക്കോളാന്ന് പറഞ്ഞു. പോയി നോക്കിയപ്പോഴാണ് തരക്കേടില്ല തോന്നി. എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾ സുഖം കണ്ടെത്തുക. കാരണം നിങ്ങൾക്കുള്ള സുഖം തരാൻ ഒരൊറ്റ ആൾക്ക് താല്പര്യം. നിങ്ങൾക്ക് ഒരു 5 കിലോ സുഖം വാരിക്കോരി തരാൻ ഒരാൾക്കും താല്പര്യമില്ല. എല്ലാവർക്കും അപ്ന സുഖമാണ് ആവശ്യം. അയാളുടെ പോക്കറ്റിലുള്ള സുഖം അയാൾക്ക് സുഖിക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ സുഖം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് മാറുക. നമ്മൾ സ്വന്തം നമ്മളുടെ പ്രവൃത്തിയിലൂടെ സുഖം കണ്ടെത്തുന്ന ആൾക്കാരായിട്ട് മാറിയാൽ നമുക്ക് ഈ സുഖം പുറമേ നിന്നല്ലാന്ന് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് അപ്പൊ പുറമേ നിന്നല്ല ഞാനിത് തേടേണ്ടത്. ഇത് പുറത്തുള്ള ഒരു വസ്തുവല്ല, ഇതെനിക്ക് അകത്തു നിന്നാണ് തേടേണ്ടത്. അകത്തുള്ള വസ്തു തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അവിടെയാണ് വിതുരനെ പോലെയുള്ള ആൾക്കാരുടെ ചോദ്യത്തിന്റെ പ്രസക്തി. ഈ ചോദ്യം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ അത് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരോട് ആരുണ്ടായാലും, ആചാര്യനാവട്ടെ, മേൽശാന്തിയാവട്ടെ, തന്ത്രിയാവട്ടെ, ജ്യോത്സ്യനാവട്ടെ, ആരോ ആവട്ടെ, നിങ്ങൾ ചോദിച്ചത് എനിക്ക് സുഖാവില്ലല്ലോ എന്നാണ്. ഈ ചോദ്യത്തിന്റെ ശൈലിയെ മാറ്റി. ആ ശൈലി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യമേ ഉണ്ടാകും. അപ്പൊ സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളൊരു വ്യത്യാസമുണ്ട്, കർമ്മത്തിൽ സുഖം കണ്ടെത്തുക എന്നുള്ളതിൽ നിന്ന്. സോ ട്രൈ ടു ഡു ദാറ്റ്. അത് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് കർമ്മത്തിൽ സുഖം കണ്ടെത്തുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങൾ എത്ര, അവിടുത്തെ മേൽശാന്തി അടക്കമുള്ള എത്ര മേൽശാന്തിമാർ ഭഗവാനെ തന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കും. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ തിരുവമ്പാടി കണ്ണൻ ഈ കൊറോണ കാലത്ത് മുഴുവൻ അദ്ദേഹത്തിന് ഒന്നും മുടങ്ങിയിട്ടില്ല. പോവില്ലയോ? ഇല്ല. ലോകത്തില് എവിടെയൊക്കെ അമ്പലമുണ്ടോ, അമേരിക്കയിലടക്കം അമ്പലങ്ങൾ അടച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ തിരുവമ്പാടി കണ്ണനെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വന്നില്ല എന്നുള്ളത് ശരി, പക്ഷെ അടയ്ക്കാൻ സമ്മതിച്ചില്ല. അതിന് ആദ്യത്തെ ഒരു കയ്യടി നിങ്ങൾക്ക് കയ്യടിക്കൂ, സ്വയം കയ്യടിക്കൂ. ആ വിശ്വാസത്തിന് ഞാനൊരു കയ്യടി തരാണ്. അത് എന്റെ പകരമാണ്, ഞാൻ ഒറ്റക്കല്ല. ഇതൊരു കയ്യടിക്കുന്ന കാര്യമില്ല. നിങ്ങളാകുമ്പോൾ കുറെ കയ്യടിക്കും. ആ ഇനി നിങ്ങളെക്കാൾ കൂടുതൽ കയ്യടി ആദ്യത്തേന് അപ്പുറം ഉണ്ടോന്ന് ചോദിച്ചിരിക്കാനില്ല. ആദ്യത്തേന് അപ്പുറമുള്ള കയ്യടി നമ്മൾ മേശിക്കാം. അദ്ദേഹത്തിന്റെ തപശ്ചര്യയാണ് ഈ അമ്പലം ഇങ്ങനെ എത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ സകല അമ്പലങ്ങള്, ക്ഷേത്രങ്ങള് അടച്ചത് നിങ്ങൾക്ക് അനുഭവമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ വിഭാഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഏത് വിഭാഗം? ഈ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി. ആകെ കൂടി പ്രസാദം കിട്ടുമ്പോ പ്രസാദം പോരെങ്കിൽ തുറപ്പിച്ചു നോട്ടം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ക്ഷേത്രത്തിലെ മേൽശാന്തിമാര് ആ കർമ്മത്തെ ആസ്വദിച്ചില്ലെങ്കിൽ, ആ കർമ്മത്തിൽ അത് സുഖം കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ ഏത് ക്ഷേത്രത്തിലെ മേൽശാന്തിയായാലും ഒരു ക്ഷേത്രത്തിന്റെ സംസ്കാരം നിലനിൽക്കുന്നതിൽ നട്ടലായിട്ട് വർത്തിക്കുന്ന കഥാപാത്രമാണ് ക്ഷേത്രത്തിലെ മേൽശാന്തി. ആലോചിച്ചു, ലക്ഷക്കണക്കിന് മേൽശാന്തിമാർ. നിങ്ങൾ അനവധി ആൾക്കാർ തൊഴിലില്ലാത്തവരെ കുറിച്ച് സംസാരിക്കുമ്പോ രാവിലെ ഒരേ ദേവരെ, ഒരേ വിഗ്രഹത്തെ അവർ കാണുന്നതും ഒരേയാണ്. 30, 40, 60 കൊല്ലം ഒരു ക്ഷേത്രത്തിൽ ശാന്താവട്ടെ. അവരങ്ങനെ സുഖമായിട്ട് വിചാരിച്ചത് അവരുടെ ഈ ദേവപൂജയാണ്. നമ്മൾ എപ്പോഴും ഈ വിഭാഗത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാറില്ല. അവരങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അടച്ചുവന്നേ. അപ്പൊ ദേവനെ സേവിക്കുക എന്ന ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ആളുകൾ
ഓരോ ക്ഷേത്രത്തിലും ഓരോ ദേവനും പ്രിയപ്പെട്ട മേൽശാന്തിമാർ, അവര് ആ കർമ്മത്തിൽ സുഖം കണ്ടെത്തിയതുകൊണ്ടാണ് നമുക്ക് നമ്മളെ പോലുള്ള ഭക്തജനങ്ങൾക്ക് യഥാസമയം, അത് നാലമ്പലമാണെങ്കിൽ നാലമ്പലം, ശബരിമല സീസൺ ആണെങ്കിൽ ആ സീസൺ, ഇനി ചോറ്റാനിക്കര മകമാണെങ്കിൽ മകം, ഇനി ഗുരുവായൂർ ഏകാദശിയാണെങ്കിൽ എന്തു വിഷയമായാലും ആ വ്യക്തികൾ അവരുടെ സുഖം അന്വേഷിച്ചു പോയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഭാഗ്യം ഉണ്ടാവുമായിരുന്നില്ല. അവിടെ നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർക്കുള്ള വ്യക്തിസുഖം അതിന്റെ 100 അല്ല 1000 ഇരട്ടി വ്യക്തിസുഖം എനിക്കുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങള് എനിക്ക് സുഖം തരണേ. അപ്പൊ കർമ്മം ചെയ്യുന്നതിൽ സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ സുഖത്തിനായിട്ടുള്ള കർമ്മത്തെ ഒഴിവാക്കാൻ സാധിക്കും. ഈ ഇരിക്കുന്നവരിലല്ല, ലോകത്തിൽ ഭൂരിഭാഗം 99% ആളുകളും സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. സുഖം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിവിധ കിട്ടണമെന്നാണ് വിദുരന്റെ അഭിപ്രായം. ഇവിടെ ഈ സൃഷ്ടിയിലുണ്ടാകുന്ന ഗുണങ്ങളുടെ ആധിക്യത്തിന്റെ വ്യത്യാസമാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഒരേ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത വരാൻ കാരണം. അപ്പൊ ആ ചിന്ത വരാൻ കാരണം ഗുണങ്ങളാണെങ്കിൽ ഗുണങ്ങളെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ, മനസ്സിന്റെ ഗുണങ്ങളെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിനെ നിർഗുണമായി, ന്യൂട്രലായി, ബാലൻസ്ഡ് ആയിട്ട് കാണാൻ സാധിക്കും. രാജസുഗുണമുള്ളവര് കർമ്മത്തിൽ ആധിക്യമുള്ളവരായിരിക്കും. താമസഗുണമുള്ളവര് ദുഷ്ചിന്തകളിലും ദുഷ്പ്രവൃത്തികളിലും ആധിക്യമുള്ളവരായിരിക്കും. ഈ ദുഷ് എന്നുള്ളതിന്റെ അർത്ഥം സമാജത്തിന് യോജിക്കാത്ത ചിന്തയും സമാജത്തിന് യോജിക്കാത്ത പ്രവൃത്തിയോടും കൂടി ജീവിക്കുന്ന ആൾക്കാർ. സാത്വികന്മാരായിട്ടുള്ള ആൾക്കാർ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും, കർമ്മം ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും. ഈ 3 ഗുണങ്ങളല്ലാതെ ലോകത്തിൽ ഒരു ഗുണമില്ല, ഒരു കാറ്റഗറിക്കുമില്ല. മനുഷ്യനല്ല, വൃക്ഷങ്ങൾ നോക്കിയാലും മൃഗങ്ങൾ നോക്കിയാലും ഈ 3 ഗുണങ്ങൾക്ക് അപ്പുറമായിട്ടൊരു ഗുണം ഇല്ല. ഈ ഗുണങ്ങളിൽ ഉൾപ്പെടും ലോകം. ഇതിലേതാണ് തന്റെ ഗുണമെന്ന് തിരിച്ചറിഞ്ഞ് താൻ സുഖത്തെയാണ് അന്വേഷിക്കണമെന്ന സ്വയം ബോധ്യത്തിൽ ആ ഗുണത്തെ മാക്സിമം ആ ഗുണം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ താമസമായിട്ട് ചിന്തിക്കണമെങ്കിൽ അടുത്ത 2 ഗുണങ്ങളിലേക്ക് സ്റ്റെപ്പ് എടുത്തു വയ്ക്കാനുള്ള കർമ്മത്തെ ചെയ്യുക. രാജസമാണെങ്കിലും അതുപോലെ, സാത്വികമാണെങ്കിലും അതുപോലെ. അപ്പൊ ഈ ഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാവുന്നത്. നല്ലത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സാത്വികന്മാരായി, സ്വാർത്ഥത ചിന്തിക്കുമ്പോൾ നിങ്ങൾ രാജസന്മാരായി, ദുഷ്ടത ചിന്തിക്കുമ്പോൾ നിങ്ങൾ താമസന്മാരായി. ഇതിപ്പോ ഏതാണെന്ന് നിങ്ങൾ സ്വയം നിരൂപിക്കുക. ഞാൻ സമാജത്തിന് ദോഷകരമായിട്ടാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുക. അങ്ങനെ ബോധ്യം വന്നാൽ അറ്റ്ലീസ്റ്റ് എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ചിന്തിക്കണം എന്ന ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ രാജരസക്കാരായി, ഇപ്പൊ ഒരു പ്രൊമോഷനായി. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ ചിന്തിക്കണം, ഈ ലോകത്തിൽ എന്റെ കുടുംബം മാത്രമല്ല, വസ്തൈവ കുടുംബകം, ഈ ഭൂമി മുഴുവൻ എന്റെ കുടുംബാംഗങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ ഈ 4 സെന്റിലുള്ള കുടുംബത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, ലോകത്തെ കുറിച്ച് മുഴുവൻ ചിന്തിക്കണം എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാത്വികന്മാരായിട്ട് മാറി. മിനിമം സാത്വികനപ്പുറം ഒരു സ്റ്റേജ് ഉണ്ട്, അതൊന്നും വേണ്ട. മിനിമം സാത്വിക ഭാവത്തിലെങ്കിലും നമ്മൾ എത്താനുള്ള ശ്രമം നടത്തുമ്പോൾ കർമ്മങ്ങൾ, നമ്മുടെ വാസനകൾ നശിക്കും. ഈ വാസനാബലം കൊണ്ടാണ് ആൾക്കാരെ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ജന്മത്തിൽ ജ്യോത്സ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന രീതിയിൽ അവർ പെരുമാറിയത് അതിന്റെ ബാക്കിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് അവർ പറയും. നമുക്ക് ഇതിനെ ചിരിച്ച് തള്ളാം, അല്ല സ്വീകരിക്കാം. പക്ഷെ സ്വീകരിക്കാനുള്ള ആർജവം ഉണ്ടെങ്കിലേ തിരിച്ചു തള്ളാവും. അങ്ങനെ കൂടി, അതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വാസനാബലമില്ലാതെ ഇവിടെ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. കുട്ടികളെല്ലാവരും ഇരിക്കുന്നു. ഒരു 10-25 കുട്ടികളുണ്ട്. ഈ 25 പേരും 30 തരത്തിലായിരിക്കണം. നോക്കിയോ, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരേപോലെ ആരും ഇരിക്കും. ഇനി എന്നെ നോക്കണത് 30 തരത്തിലാണ്. അപ്പോ ഈ സ്വഭാവം മാറണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഉൾചിന്ത ഉണ്ടാവണം, അവനവനെ കുറിച്ച് ചിന്തിക്കണം. അവിടെയാണ് അവനവൻ ഈശ്വരൻ എന്ന ബോധ്യത്തിലേക്ക്
നമ്മൾ എത്തിച്ചേർന്നു. ഓക്കെ, ഇന്ന് നമ്മൾ വരാഹമൂർത്തിയെയാണ് ഇവിടെ സ്തുതിച്ച് സമർപ്പിച്ചത്. നാളെ വൈകുന്നേരം ഭദ്രകാളി ആവിർഭാവം അതുപോലെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് വഴിപാട് പറയണോ വേണ്ടയോ? കൊറോണ അടിച്ചുകൊണ്ടുപോയി, അതുകൊണ്ട് വഴിപാടൊന്നും പറയില്ല. നിങ്ങൾ വന്നിവിടെ പങ്കെടുത്ത് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ പോലെ സുഖം കിട്ടാൻ വേണ്ടി പങ്കെടുക്കുക എന്നുള്ളതിൽ കൂടുതൽ അതല്ല വേണ്ടത്. സുഖം കിട്ടാൻ വേണ്ടി പങ്കെടുക്കുന്നതില് സുഖം കാണാം. അയാൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും എനിക്ക് ഇതിലൊരു സുഖമുണ്ട്. നിങ്ങളൊക്കെ ഇരിക്കുന്നത് ആ സ്റ്റൈൽ തന്നെയാണ്. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ട് ഈ സപ്താഹത്തിനെ ആസ്വദിക്കുക. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ സമർപ്പിക്കാണ്. നാളെ കാലത്ത് പതിവുപോലെ 6:30 ആരംഭിക്കും. പലരും ഇന്ന് വന്നവരില്ല, കുട്ടികൾക്കൊക്കെ ക്ലാസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും കാലത്ത് നിങ്ങൾക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30 മിനിമം ഇല്ലേ? നാളെ ക്ലാസ്സും ഇല്ല അല്ലേ? ശരിയാ. അപ്പൊ നാളെ മുതൽ 3 ദിവസം എന്തായാലും വരാലോ അല്ലേ? വില്ലാളി വീരന്മാർക്ക്. അപ്പൊ നാളെ കാലത്ത് മുതൽ എല്ലാവരും വരിക. 6:30 സമയത്ത് പതിവ് പോലെ പ്രാർത്ഥന, കീർത്തനം എല്ലാവരും പോവുക. പോകണം നിർബന്ധമില്ല, പോവാണെങ്കിൽ. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അതും ഈ കൊറോണയുടെ അപ്പൊ ഈ വരവ് ആ വഴിക്ക് കൂടുതൽ തെറ്റേ സംഘാടകർക്ക് തോന്നണം ഇത് എന്തെങ്കിലും ആഘോഷത്തിലേക്ക് പരിപാടി നടക്കില്ല, ആൾക്കാർ വരില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ വന്നിരിക്കുക, പങ്കെടുക്കുക, കഥകളെ കേൾക്കുക, നാമം ജപിക്കുക, അതുപോലെ തന്നെ ആഘോഷിച്ച് നമുക്ക് ഈ എന്താ പറയാ സഹായിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം മാനസികമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. മനസ്സിലാക്കൊണ്ടിരിക്കുക, അതാണ് നേരത്തെ പറഞ്ഞത്. സുഖം മനസ്സിലൂടെ ഉണ്ടാക്കുക. നാളെ കാലത്തും 6:30 എല്ലാവരും എത്തിച്ചേരുക. ഇവിടെ നമുക്കിവിടെ പതിവുള്ള കീർത്തനങ്ങൾ പാടി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.